നമസ്കാരം. ഇന്ത്യക്ക് അമേരിക്ക നൽകിയ ചുങ്കപ്രഹരത്തിൽ ആദ്യമൊന്ന് അമ്പരന്ന് പോയെങ്കിലും മുട്ടുമടക്കാതെ നേരിടാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. ഇന്ത്യ തുടങ്ങിവെച്ച മോസ്കോ നയതന്ത്രവും രാജ്യ താൽപര്യം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ നിലപാടും അമേരിക്കയുടെ ഇരട്ടത്താപ്പിനുള്ള മറുപടിയാണ്. പക്ഷേ അപ്പോഴും 50% തീരുവ വരുന്ന സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ. ചൈനയോടില്ലാത്ത ഗർവും പിടിവാശിയും ഇന്ത്യയോടെടുക്കുന്ന ട്രംപിന്റെ നടപടി അമേരിക്കൻ ചങ്ങാത്തത്തിന്റെ മേനി പറഞ്ഞ മോദിക്ക് രാഷ്ട്രീയ തിരിച്ചടിയാണ്. അമേരിക്കയുടെ വ്യാപാര അതിമോഹത്തിന്റെ ദംഷ്ട്രകളിൽ വീണു പോകാതിരിക്കാൻ കേന്ദ്രത്തിന് പ്രതിപക്ഷ പിന്തുണയുണ്ടോ എന്നതാണ് രാഷ്ട്രീയ ചോദ്യം. ചുരുട്ടിയെറിയണം അമേരിക്കൻ ചുങ്കം എന്ന് ചങ്കുറപ്പോടെ പറയാൻ അവസരമായോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. വിദേശകാര്യ നയതന്ത്ര വിദഗ്ധൻ ശ്രീ വേണു രാജാമണി, BJPയുടെ ശ്രീ PR ശിവശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു, ഒപ്പം തന്നെ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ളത്. ശ്രീ വേണു രാജാമണി, ഇന്ത്യയെ യഥാർത്ഥത്തിൽ ചൈനയുടെ പേര് പറഞ്ഞ് ശിക്ഷിക്കുകയല്ലേ അമേരിക്ക ചെയ്തിരിക്കുന്നത്? ക്ഷമിക്കണം, റഷ്യയുടെ പേര് പറഞ്ഞ് ഇന്ത്യയെ ശിക്ഷിക്കുകയല്ലേ യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ചൈനയ്ക്കില്ലാത്ത തരത്തിലുള്ള ഒരു കടുത്ത നടപടി ഇന്ത്യയോട് സ്വീകരിക്കുന്നതിന് പിന്നിൽ ട്രംപിൻ്റെ എന്ത് തന്ത്രമാണ്, എന്ത് കുബുദ്ധിയാണ് ഒളിഞ്ഞു കിടക്കുന്നത്? അതിനെ ഒറ്റയടിക്ക് നേരിടാം എന്ന് നെഞ്ചുറപ്പോടെ പറയാൻ പാകത്തിൽ ഒരു സാഹചര്യത്തിലാണോ നമ്മുടെ രാഷ്ട്രം ഇപ്പോഴുള്ളത്? ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും, അതിനാണ് പ്രഥമ പരിഗണന എന്നതാണ്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ കൂടി ചേർത്ത് വെച്ച് നിലവിലെ സാഹചര്യത്തെ താങ്കൾ മനസ്സിലാക്കുക? ഒന്ന്, ട്രംപ് വളരെ അൺറിലയബിളും അൺപ്രഡിക്റ്റബിളും ആണ് എന്ന വസ്തുത തുടക്കം തൊട്ടേ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അത് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുമായ ബന്ധങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഈ ഒരു ട്രംപിന്റെ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന പോളിസീസ് എന്നും നിലനിൽക്കും. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നയത്തെ രൂപീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു ട്രംപ് ഭരണം കൊണ്ട് മാത്രം ചുരുക്കാവുന്നതല്ല. അത് നീണ്ടകാല ബന്ധമാണ്. അതിൽ പല പ്രസിഡന്റ് മാറി വന്നിട്ടും, പല പാർട്ടിയിലുള്ള പ്രസിഡന്റ്മാർ മാറി വന്നിട്ടും അത് ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കാണ് നീങ്ങിയത്. അതുകൊണ്ട് ഇതൊരു താൽക്കാലിക സെറ്റ് ബാക്ക് ആണ് നമ്മുടെ ബന്ധങ്ങൾക്ക്. അതിനെ എങ്ങനെ നേരിട്ട് എങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതായിരിക്കും ഇന്ത്യയുടെ പോളിസി മേക്കേഴ്സിന്റെ ലക്ഷ്യം. അല്ല, വേണു രാജാമണി സാർ, ഇപ്പോൾ ഈ നയതന്ത്ര തലത്തിൽ നോക്കുമ്പോൾ ചൈന ഒരു പ്രത്യക്ഷ വെല്ലുവിളിയായി, ഏത് സമയത്തും ശത്രുവായി മാറാവുന്ന ഒരു അയൽക്കാരനായി ചൈന നിൽക്കുമ്പോൾ അമേരിക്കയുടെ നിലപാടുകൾ ചരിത്രത്തിൽ നോക്കിയാൽ അതിനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ഉണ്ടായിരുന്നില്ല. പല സന്ദർഭങ്ങളിലും ഒരേ സമയം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ പോലും പാകിസ്ഥാനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ഇന്ത്യയോടൊപ്പമാണെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള മുൻകാല അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ സോവിയറ്റ് റഷ്യയുമായിട്ട് നമുക്കുണ്ടായിരുന്ന ബന്ധം അതിന് ചരിത്രപരമായ ഉറപ്പിൻ്റെ ഒരു പിൻബലം നമുക്ക് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ റഷ്യയുമായി ഒരു പുതിയ നയതന്ത്ര ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ പുതിയ ഒരു അധ്യായം കുറിക്കുകയല്ലേ ഇപ്പോൾ അജിത് ഡോവലിന്റെ സന്ദർശനം? പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി എന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഇല്ല എന്ന ഇന്ത്യയുടെ നിലപാടൊക്കെ അടിവരയിടുന്നത്. അങ്ങനെയാണെങ്കിൽ റഷ്യയെ വീണ്ടും കൂട്ടുപിടിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാം എന്ന ഒരു സന്ദേശമാണോ ഇതിലൂടെ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്? അത് ഫലം കാണുമോ? അല്ല, നേരെ മറിച്ച് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് എന്നും ഇന്ത്യയുടെ അടിസ്ഥാന നിലപാടായ ഇൻഡിപെൻഡന്റ് പൊസിഷൻ, നമ്മുടെ സോവറിൻ പൊസിഷൻ, നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതിന് വേണ്ട നടപടികൾ നമ്മൾ എടുക്കും. അത് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നോൺ അലൈൻമെന്റ് എന്ന് വിളിച്ചിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മൾട്ടി അലൈൻമെന്റ് എന്ന് പറയുന്നു, സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നു. ഇതിലെല്ലാം നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും മറ്റൊരു രാജ്യത്തെ
അവരുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നയങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. ഇന്ത്യക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണം. സ്വന്തം ശക്തി, പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്ത് നമുക്ക് ശക്തി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കണം. ഇതുപോലുള്ള പ്രഹരങ്ങൾ നേരിടാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാകണം. ഓവർ ഡിപ്പെൻഡൻസി ആരോടും ഉണ്ടാകരുത്. നമ്മൾ എന്നും സ്വന്തമായി ഇൻഡിപെൻഡൻ്റായി സോവറിനായി നിലകൊള്ളണം എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോ ഡോവൽ മോസ്കോയിൽ പോയതുകൊണ്ട് വലിയൊരു വിപ്ലവം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഇതുവരെ ഉണ്ടായിരുന്ന സന്ദർശനങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് പുടിനും പല പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം നിലനിൽക്കും. ഗവൺമെന്റ് ഓയിൽ പർച്ചേസസ് തുടരും എന്ന് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചില വാർത്തകൾ വരുന്നത് രഹസ്യമായി വേണമെങ്കിൽ ഗവൺമെന്റ് ആ ഓയിൽ പർച്ചേസസ് അമേരിക്കയെ സന്തോഷിപ്പിക്കാനായി കുറയ്ക്കാൻ തയ്യാറായേക്കും എന്നുള്ളതാണ്. സോ റഷ്യയോ ചൈനയോ അമേരിക്കയ്ക്ക് ഒരു കാലത്തും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അമേരിക്ക നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് പാർട്ട്ണറാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഈ ആക്ഷൻസ് ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. അവരത് എങ്ങനെ കൈകാര്യം ചെയ്യും? ട്രംപിന്റെ തന്നെ പ്രവർത്തനങ്ങൾ, ഇതിനു മുമ്പുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം എടുത്ത് നോക്കിയാൽ പലപ്പോഴും അദ്ദേഹം ഒരു ലീവറേജ് ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്നത്, ഇങ്ങനത്തെ എക്സ്ട്രീം പൊസിഷൻസ് എടുക്കുന്നത്. ഇപ്പോഴും പലരും വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം ഇന്ത്യയെ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ട്രേഡ് കരാറിൽ ഒപ്പുവെപ്പിക്കണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു എക്സ്ട്രീം പൊസിഷൻ എടുക്കുന്നത്. ഈ എക്സ്ട്രീം പൊസിഷൻ എടുത്താൽ കുറച്ചുകൂടെ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടുകൊണ്ട് ഇന്ത്യ ട്രേഡ് അഗ്രിമെന്റിൽ ചെന്ന് സൈൻ ചെയ്യും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. വേണു രാജാമണി സർ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ചങ്ങാത്തവും അതുപോലെ ചൈനയുമായി നമ്മൾ നല്ല ബന്ധത്തിൽ പോകാമെന്ന് തീരുമാനിച്ചാലും അതൊന്നും തന്നെ വ്യാപാര ബന്ധത്തിൽ അമേരിക്കയോളം അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന വിള്ളൽ മറികടക്കാനുള്ള ഒരു പ്രതിവിധിയായി മാറില്ല എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അതിനർത്ഥം വരുന്ന സാമ്പത്തിക വർഷത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ വലിയ പ്രഹരമേൽപ്പിക്കാൻ പോകുന്ന ഒന്നാണ് ഈ 50% തീരുവ എന്ന് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ പറയുന്നതിനെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഒരു അല്പം വിട്ടുവീഴ്ചയായാലും അതിനെ നമുക്ക് പരിഗണിക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് അനുവദിക്കാം എന്നാണോ വേണു രാജാമണി സർ താങ്കൾ പറയുന്നത്? ഞാൻ പറയുന്നത് ഈ 50% തിരുവ നീണ്ടകാലത്തിൽ നിലനിൽക്കും എന്നതിന് യാതൊരു തീർച്ചയുമില്ല. ഇപ്പോൾ തന്നെ അവരെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഒരു 21 ദിവസത്തെ അവധിയുണ്ട്. അത് കഴിഞ്ഞിട്ടേ അത് പ്രാബല്യത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ ആ ചൈനയ്ക്ക് 90 ദിവസം നൽകിയിട്ടുണ്ട് സർ. അതെ, എന്തായിരുന്നാലും ഈ 21 ദിവസത്തിൽ ഇന്ത്യയുടെ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികളും കൂടുതൽ ചർച്ചകൾ നടത്തും. ആ ട്രേഡ് അഗ്രിമെന്റിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്ന് അവർ നോക്കും. അതിനിടയ്ക്ക് ട്രംപ് റഷ്യ സന്ദർശിക്കാൻ പോവുകയാണ്. ട്രംപിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് യുക്രൈൻ യുദ്ധത്തെ നിർത്തുക എന്നുള്ളതാണ്. റഷ്യയെ കൊണ്ട് അവിടെ ഒരു സീസ് ഫയറിന് എഗ്രി ചെയ്യുക എന്നുള്ളതാണ്. ആ സീസ് ഫയറിന് റഷ്യ ഇന്ന് എഗ്രി ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ ട്രംപ് അവിടെ സന്ദർശിക്കുമ്പോൾ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഇന്ന് തീർച്ചയില്ല. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ചിലപ്പോൾ ഈ ഒരു രണ്ടാമത് പറഞ്ഞ ആ 25% പ്രസക്തി ഇല്ലാതായെന്ന് വരും. എന്ത് പറഞ്ഞാലും ഇതൊരു ബാർഗെയിനിങ് ടാക്ടിക്കാണ്, ഒരു ലീവറേജിന് വേണ്ടിയുള്ള ടാക്ടിക്കാണ് ട്രംപിന്റെ. ഇന്ത്യ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കണം, എന്നാൽ പ്രകോപിതരാകരുത്. അമേരിക്കയോട് റിട്ടാലിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. നമുക്ക് എല്ലാ രാജ്യങ്ങളും നമുക്ക് പ്രധാനമാണ്. എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ വേണു രാജാമണി സാർ, ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഒറ്റ ചോദ്യം കൂടി. ഒരു റിട്ടാലിയേറ്ററി സ്റ്റെപ്പ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് പ്രകോപനത്തിന്റെ പുറത്ത് അമേരിക്കയോട് ഉണ്ടാകരുത്. അത് വ്യാപാര ബന്ധങ്ങളെയും തുടർന്ന് ഭാവിയിലുള്ള നമ്മുടെ ബന്ധത്തെയും നിലനിൽപ്പിനെയും ഒക്കെ ബാധിക്കും എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ, ഇവിടുത്തെ കർഷകരുടെ പ്രശ്നമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ നിൽക്കില്ല. അതിൽ നമ്മൾ എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കും ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും തുടർച്ചയായ സന്ദർശനങ്ങളുടെ തുടർച്ചയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഉടൻ തന്നെ റഷ്യയിൽ സന്ദർശനം നടത്തിയ, നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ പോലും അജിത് ഡോവലിന്റെ സന്ദർശനവും തൊട്ടു പിന്നാലെ പുടിന്റെ ഇന്ത്യയിലേക്കുള്ള വരവും ഒക്കെ ഒരു റിട്ടാലിയേറ്ററി മെസ്സേജ് അല്ലേ അമേരിക്കയ്ക്ക് കൊടുക്കുക? അതോ അത് ഇന്ത്യ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ഇത് സ്ഥിരമായി നടക്കുന്ന ചർച്ചകളുടെ ഒരു ഭാഗമാണ്. പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമല്ല. അവിടെ ഡോവൽ ചെന്നതുകൊണ്ടും പുടിൻ ഇന്ത്യയിൽ വന്നതുകൊണ്ടും വലിയ ഒരു മാറ്റം ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇന്ത്യ ഈ പ്രകോപനത്തിന് മുന്നിലും ഇന്ത്യ ചർച്ചകൾ തുടരാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്യാതെ വീണ്ടും ഇതിനൊരു ഇരുവശങ്ങൾക്കും സ്വീകാര്യമായ ഒത്തീർപ്പിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് കർഷകരുടെ അവരുടെ അധികാരങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് ഒരു റെഡ് ലൈനെ വരയ്ക്കുകയാണ്. അദ്ദേഹം അമേരിക്കയുടെ ഒരു സന്ദേശം അയക്കുകയാണ്, ഇത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ചർച്ചയിലൂടെ നമുക്ക് അമേരിക്കയെ മനസ്സിലാക്കിക്കാൻ സാധിക്കണം. അതിൽ അമേരിക്കയിലെ പല വ്യക്തികൾ, പല ഒഫീഷ്യൽസ്, ട്രംപ് അല്ലാത്ത പല ആൾക്കാരും, ട്രംപിന് ചുറ്റുമുള്ള പല ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്, അവർ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ട്രംപാണ് ഇത്ര ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ആ നിലപാടിൽ മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ വരുന്ന 21 ദിവസത്തിൽ നോക്കേണ്ടത്. ശരി, ശ്രീ PR ശിവശങ്കർ, ഈ അമേരിക്കയുടെ ഈ 50% തീരുവ എന്ന ഇന്ത്യയുടെ മേൽ പ്രഹരമേൽപ്പിക്കുന്ന ഈ തീരുമാനം വരുമ്പോൾ രാജ്യസ്നേഹികളായ ആളുകൾ പറയുന്നത് നമ്മൾ അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഒരു തിരിച്ചടി നൽകണം. അവരെടുത്ത് പ്രയോഗിക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ 1-2 വാചകങ്ങളാണ്. കർഷകരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ആദ്യം പരിഗണിക്കുക, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകില്ല, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഒരു അടി പോലും പിന്നാക്കം പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുടങ്ങിയ പല കാര്യങ്ങൾ ഇന്ന് ഈ വലിയ കാര്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നരേന്ദ്രമോദി സർക്കാരിന് ഏറ്റവും ഒരു രാഷ്ട്രീയ പ്രഹരമല്ലേ എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നു, നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മാഗയും മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന മികയും ചേർന്ന് മെഗാ ആകുന്നു എന്നെല്ലാം നരേന്ദ്രമോദി പറയുന്നു. എക്കാലത്തെയും സുഹൃത്ത് എന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും ഇവിടെ BJP-ക്കാർ വലിയ കാര്യമായി തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ സൗഹൃദത്തെക്കുറിച്ച്, ബന്ധത്തെക്കുറിച്ച്. അതൊക്കെ ഒരു ഒറ്റ നിമിഷത്തെ തീരുമാനം കൊണ്ട് മായ്ച്ചു കളയുന്നതായില്ലേ ഈ 50% തീരുവ എന്ന അമേരിക്കയുടെ തീരുമാനം? അതിനെ തിരിച്ചടിക്കാനുള്ള പ്രാപ്തി എങ്ങനെയാണ് ഇന്ത്യ പ്രകടിപ്പിക്കാൻ പോകുന്നത്? കാരണം സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ പറയുന്നത് അമേരിക്കൻ വിപണിയിലുള്ള ഇന്ത്യയുടെ മേൽക്കൈയെ ബാധിക്കുന്ന, ഇന്ത്യയിലെ കയറ്റുമതിയെ കാര്യമായി ബാധിക്കുന്ന, നമ്മുടെ ഇക്കോണമിയെ ബാധിക്കുന്ന വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്ന, പ്രഹരമായി മാറാൻ പോകുന്നതാണ് അമേരിക്കയുടെ തീരുമാനമെന്നാണ്. നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ തിരിച്ചു ചെയ്യാനുള്ളത്? നോക്കൂ ജ്യേഷ്ഠൻ, ഇത്തരം തീരുമാനങ്ങളെടുപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് അന്താരാഷ്ട്ര നിലവാരങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ഈ ജിയോ പൊളിറ്റിക്സ് ഡിസ്കഷനിൽ പൊതുവെ പറയുന്നത് നമുക്ക് ഒരു നിരന്തരമായി ഒരു സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ശത്രുക്കളോ ഇല്ല ഇത്തരം രാജ്യാന്തര ബന്ധങ്ങളിൽ. അത് മാത്രമല്ല, ഇത്തരം ബന്ധങ്ങളിൽ ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതല്ല ഇത്തരം സൗഹൃദവും അതേപോലെ തന്നെ ശത്രുക്കളെയും. അതുകൊണ്ട് ഈ ഒരു 50% ടാക്സ് അല്ലെങ്കിൽ താരിഫ് എന്നുള്ളത് ഒരിക്കലും ഒരു ഇന്ത്യ-US ബന്ധത്തിൻ്റെ അവസാനമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കുറച്ചുകൂടി കാലങ്ങൾ എടുക്കേണ്ടി വരും. അത് എത്രത്തോളം നയപരമായി ഇന്ത്യൻ തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പോർട്ടിനെയും ഇന്ത്യൻ ഇൻഡസ്ട്രിയെയും ബാധിക്കും എന്ന കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി നമ്മൾ സമയമെടുത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. 1. 2, അത് എത്രത്തോളം വിനാശകരമായി ഇന്ത്യൻ ഇൻഡസ്ട്രിയെ ബാധിക്കും എന്നുള്ള കാര്യത്തിലും നമ്മൾ കുറച്ചുകൂടി കാത്തിരുന്ന് പഠനം വിധേയമായി നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനതിൽ വിശ്വസിക്കുന്നത് കുറച്ചുകൂടി ആനന്ദ് മഹീന്ദ്രയെ പോലുള്ള കുറച്ചുകൂടി വിപുലമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ടല്ലോ, അത് ഒരുപക്ഷെ ഇത്തരം വ്യവസായങ്ങളിൽ അല്ലെങ്കിൽ എക്സ്പോർട്ടുകളിൽ ഒരു രാജ്യത്തിന് എതിരായി വരുന്ന വിമർശനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് ഗുണകരമായി എടുക്കേണ്ടത്, എങ്ങനെയാണ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച് ആസ് എൻ ഓപ്പർച്യൂണിറ്റി എന്നുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് കുറച്ചുകൂടി ഒരുപക്ഷെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നും നമ്മൾക്ക് മനസ്സിലാക്കണം. പിന്നെ അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രംപിൻ്റെ തീരുമാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ കുറച്ച് നാളായിട്ട് പഠിക്കുന്നവർക്ക് അറിയാം അത്തരം ഒരു ലോങ് ടൈം ഡിസിഷൻസ് ആവാറില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചൈനയ്ക്ക് 90 ഡേയ്സ് കൊടുക്കുന്നു, അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും മറ്റ് എനർജി സോഴ്സസ് ഒക്കെ വാങ്ങുന്ന യൂറോപ്യൻ യൂണിയൻസിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഡയറക്റ്റ്ലി അമേരിക്ക ബൈ അത് ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പിന്തിരിഞ്ഞ് നമ്മൾ കണ്ടിരുന്നു.
അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഉത്തരം ഇല്ലാതാവുന്നത് അത് രാജ്യത്തിനകത്തും USA-ക്കകത്തും അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നൊരു ലോങ് ടൈം പോളിസിയാകാൻ സാധ്യതയില്ല എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞാൻ എൻ്റെ ഒരു പോളിസി ഒരു ഭാഗമായിട്ട് പറയുകയാണ്. ഈ അമേരിക്കൻ മാർക്കറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ പോപ്പുലേഷൻ ഇറ്റ്സ് ഓൺലി 4% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ. ലോകത്തിൻ്റെ 4% മാത്രമുള്ള അമേരിക്ക അവരുടെ പർച്ചേസിംഗ് പവർ കൊണ്ട് ലോകത്ത് 17%, 18% ഇന്ത്യൻ പോപ്പുലേഷനിൽ എന്ത് വാങ്ങിക്കണമെന്നും നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ബോധമൊന്നും ഒരു കാര്യമൊന്നും ഇന്ത്യക്ക് ഇന്നില്ല. 1998 നമ്മൾക്കെതിരെ വേൾഡ് ബാങ്ക്, IMF-ഉം വേൾഡ് ബാങ്കും ADB-യും പോലുള്ള അന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി കുറച്ചുകൂടി മോശമായിരുന്നപ്പോൾ ലോൺ വരെ നിയന്ത്രിച്ചിരുന്ന മറ്റു പല എക്സ്പോർട്ട് സാങ്ഷൻസും എല്ലാം നിയന്ത്രിക്കുമ്പോൾ നമുക്കറിയാം അന്ന് ഒരു ബുദ്ധ ലാഫിംഗ് നമ്മളുടെ സെക്കൻഡ് ആറ്റോമിക് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക നടത്തിയപ്പോൾ പോലും നമ്മൾ കാല് മടക്കിയവരോ അവരുടെ മുട്ടുമടക്കിയവരോ അല്ല. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 4% വേൾഡ് പോപ്പുലേഷൻ്റെ 4% എന്നുള്ളതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മളുടെ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ. നമുക്ക് ഏതാണ്ട് 43 കോടി ആളുകൾ നമ്മൾക്കുണ്ട് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ. സോ വി ക്യാൻ ഓൾസോ ഒരു ഇന്റേണൽ നമ്മുടെ മാർക്കറ്റ് അതും ശക്തമാണ്. അപ്പം ആനന്ദ് മഹീന്ദ്രൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ആഭ്യന്തര മാർക്കറ്റ് നമ്മൾ ശക്തമാക്കണം എന്നുള്ള കാര്യവും ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് താങ്കൾ പറഞ്ഞു ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, താങ്കൾ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളുകൾക്കറിയാം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അത് ദീർഘകാലത്തേക്ക് ഉള്ള തീരുമാനങ്ങളോ അതല്ലെങ്കിൽ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതും അല്ലെങ്കിൽ നയതന്ത്ര തലത്തെ ബന്ധങ്ങൾ അനുസരിച്ചിട്ട് ഈ തീരുമാനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നതുമൊക്കെയാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിൽ നമ്മൾ പലകുറി കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം ശശി തരൂർ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് അല്ലെങ്കിൽ നമ്മളോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് നമ്മളുടെ സൗഹൃദ രാജ്യമാണ് അമേരിക്ക എന്നായിരുന്നു. സൗഹൃദ രാജ്യമാണ് അമേരിക്ക എന്നത് നമ്മൾ മുഖവിലേക്കെടുത്താൽ സൗഹാർദ്ദപരമായ ഒരു സമീപനമാണോ? ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ബ്രസീൽ മാത്രമാണ് മറ്റൊരു രാജ്യമുള്ളത്, ഇറക്കുമതി തീരുവ 50% എന്നത്, അതിലൊരു ആ സമീപനമുണ്ടല്ലോ, ആ അപ്രോച്ച് ഉണ്ടല്ലോ, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഒരു ഫ്രണ്ട്ലിനെസ്സിൻ്റെ ആണോ, ഒരു സൗഹാർദ്ദത്തിൻ്റെതാണോ? ഇത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്, ഇത് വിലയിരുത്തപ്പെടേണ്ട വിഷയം തന്നെയാണ്. രാഷ്ട്രീയമായി പ്രധാനമന്ത്രിക്ക് തിരിച്ചടിയാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു വിഷയം കൂടിയല്ലേ ഇത്, ശ്രീ PR ശിവശങ്കർ? അല്ല, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു. സത്യത്തിൽ താങ്കൾ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. താങ്കൾ പറഞ്ഞതിൽ ഒരു അർദ്ധസത്യം ഉണ്ട് താനും. നമ്മൾ സത്യത്തിൽ US-നെ വിശ്വസിച്ചിരുന്നു കുറച്ചുകൂടി നമ്മൾക്ക് ഗുണകരമായ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ പാകിസ്ഥാനെ പോലുള്ള ശത്രു രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ നിന്നും US-ന്റെ ജനാധിപത്യ മൂല്യമുള്ള അവിടുത്തെ സർക്കാർ പിന്തിരിയുമെന്നും നമ്മൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് US ഗവൺമെൻറ്റുമായി, അത് ആര് വന്നാലും ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ നിരന്തരമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട, അത് US ഗവൺമെൻറ്റുമായിട്ട് മാത്രമല്ല രാജ്യത്തെ ഏത് സർക്കാരുകളായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളായി നടത്തിയിരുന്നത് മെച്ചപ്പെട്ട റിലേഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ്. അത് സാമ്പത്തികമായിട്ടായാലും രാജ്യാന്തര തലത്തിൽ മറ്റുള്ള തരത്തിലുള്ള ആർമി തരത്തിലുള്ളായാലും എല്ലാം. ഇവിടെ നോക്കൂ, ഈ US-ഉമായിട്ടുള്ള അല്ലെങ്കിൽ ട്രംപുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആവാൻ കാരണം ട്രംപിൻ്റെ തന്നെ ഒരു അത്യാഗ്രഹമോ അല്ലെങ്കിൽ അനാവശ്യമായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാരണമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുമ്പോൾ എങ്ങനെയാണ് ആ യുദ്ധം നിർത്തലാക്കുവാൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ലോകത്തെ 5 യുദ്ധങ്ങളും താൻ നിർത്തലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇന്ത്യയെ പോലുള്ള പരമാധികാര രാജ്യത്ത് യുദ്ധം നിർത്തുവാനായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടു എന്നുള്ള രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനം നൽകുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എത്രത്തോളം രാജ്യത്തിന് ഗുണകരമാവോ അല്ലെങ്കിൽ അത്തരത്തിൽ എതിരാവോ ചെയ്താൽ പോലും എന്നുള്ളത് സുചിന്യമായ തീരുമാനമാണ്, ഒരു സംശയവുമില്ല. അത്തരം രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി തങ്ങൾക്ക് നടത്തുവാനുള്ള എണ്ണ വാങ്ങിക്കുവാനായാലും തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അക്രമി സംഘത്തെ ആ രാജ്യത്ത് പോയി കീഴ്പ്പെടുത്തുവാനായുള്ള തീരുമാനം തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ സർക്കാരിനും അവകാശമുള്ളതാണ്. ആ തീരുമാനങ്ങൾ കൊണ്ട് ട്രംപിന് എന്തെങ്കിലും മാനഹാനിയോ അദ്ദേഹത്തിന് എന്തെങ്കിലും നോബൽ സമ്മാനത്തിൻ്റെ നഷ്ടമുണ്ടായാൽ അത് അദ്ദേഹം നിശ്ചയിക്കേണ്ട കാര്യമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേര്
ഇന്ന് രാജ്യത്തിനകത്തും പുറത്തുമുണ്ട്. അപ്പോൾ ഒരു ട്രംപിൻ്റെ നോബൽ സമ്മാനത്തിനെ കിട്ടുവാനായിട്ട് ഇന്ത്യയിലെ രാജ്യ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങളെ നമ്മൾക്ക് മറികടക്കാനോ ഒഴിച്ചു മാറ്റാനോ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൂടാണ്ടാണ് നമുക്ക് ഇന്ന് നമ്മളുടെ പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ആപ്പിളും ഇമ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇങ്ങോട്ട് കടത്തിവിടുവാനായിട്ടുള്ള മറ്റൊരു താരിഫിന്റെ ഒരു കാര്യവും രാജ്യാന്തര തലത്തിൽ US ഇന്ന് ശ്രമിക്കുന്നുണ്ട്. അതിനെയും ഇന്ത്യൻ ഗവൺമെന്റ് ആപ്പിളിന്റെയും കാര്യത്തിൽ അത്തരം ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നത് വേറെ പലതാണെങ്കിൽ പോലും ഇപ്പോൾ നോക്കൂ, ഇതിൽ തന്നെ ഫാർമസ്യൂട്ടിക്കലും അതുപോലെ തന്നെ ചില പ്രൊഡക്റ്റിനും ടാക്സ് ഏർപ്പെടുത്തിയിട്ടുമില്ല. കാരണം അത് അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. കാരണം അമേരിക്കയുടെ ജനറിക് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ഏതാണ്ട് മോർ ദാൻ 50% ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ്. അതിന് ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ശക്തിയും അവർക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് അധിക കാലമൊന്നും തുടരുമെന്ന്. പക്ഷേ ഇവിടെ പ്രശ്നം ശ്രീ PR ശിവശങ്കർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു ഒരു അക്ഷരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കർഷകരുടെ കാര്യമൊക്കെ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ വലിയ ഭീഷണിയുടെ സ്വരത്തിൽ അമേരിക്ക പെരുമാറുമ്പോൾ, ഒരു ഗർവിന്റെ സ്വരത്തിൽ പെരുമാറുമ്പോൾ തിരിച്ചു പറയുന്നില്ല പ്രധാനമന്ത്രി. അതിന് കാരണം അദാനിക്കെതിരായിട്ടുള്ള അന്വേഷണം നടക്കുന്നതുകൊണ്ട്. അല്ല, നമുക്ക് രണ്ടാം റൗണ്ടിലേക്ക് വരാം. നമ്മളോടൊപ്പം ശ്രീ ജോസഫ് സി മാത്യു ഉണ്ട്, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടിയുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഈ തീരുമാനം, അതായത് 50% തീരുവ എന്ന അമേരിക്കയുടെ തീരുമാനം ഈ ഇന്ത്യയിൽ BJP സർക്കാരിനൊരു രാഷ്ട്രീയമായ തിരിച്ചടിയാണോ? ഇപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു ഒന്നും മിണ്ടുന്നില്ല, മൗനിയായി നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതിന് കാരണം അദാനിക്കെതിരായിട്ടുള്ള അന്വേഷണം അമേരിക്ക നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ്. ഇവിടെ ഈ കോർപ്പറേറ്റുകളെ മാത്രം താലോലിക്കുകയും കർഷകരെ മറക്കുകയും ചെയ്യുന്നു എന്ന വിമർശനം നേരിട്ട മോദി സർക്കാർ ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു കർഷകരുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനം, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അമേരിക്കയുടെ ഈ തീരുവ പ്രഹരത്തിൽ നമുക്ക് മുറിവേറ്റിട്ടില്ല, നമ്മൾ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന് ഒരു സന്ദേശം അമേരിക്കയ്ക്ക് കൊടുക്കുന്ന തരത്തിൽ ഒരു പെരുമാറ്റം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായോ താങ്കൾ വിലയിരുത്തുമ്പോൾ? ഗോപികൃഷ്ണൻ ഉണ്ടായില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭരണത്തിലിരിക്കുന്നവരെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ എടുത്തു ചാടി പ്രതികരിക്കാവുന്ന ഒരു വിഷയമാണിതെന്ന് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അമേരിക്കയും ഇന്ത്യയും തുല്യ ശക്തികളല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി അവധാനതയോടുകൂടി പ്രധാനമന്ത്രി പ്രതികരിക്കുന്നത് എനിക്ക് ഈ വിഷയത്തിൽ മനസ്സിലാവും. ഒന്ന്. രണ്ട്, നേരത്തെ വേണു രാജാമണി സാറ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ അഭിപ്രായം റഷ്യയിൽ ഇപ്പോൾ അജിത് ഡോവൽ പോയത് മുൻകൂട്ടി നിശ്ചയിച്ച സന്ദർശനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു തരം സന്ദേശമാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്ന ഈ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് നേരത്തെ രാജാമണി സാർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പുറത്ത് പറയുന്നതല്ലാതെ അമേരിക്കയ്ക്ക് ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി ഡയറി പ്രോഡക്ട്സിൻ്റെയൊക്കെ കാര്യത്തിലുള്ള ഒരു ഇളവിന് വേണ്ടിയുള്ള ഒരു ശ്രമം പാരലലി നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ആ സ്ഥിതിക്ക് അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നൊരു സന്ദേശവും കൂടിയാകാം പ്രധാനമന്ത്രി പറയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം അത് പറയേണ്ട കാര്യം, ഇത് ട്രംപിൻ്റെ ഒരു മാനസിക വ്യാപാരങ്ങൾക്കനുസരിച്ച് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അദ്ദേഹത്തിൻ്റെ ഈ ചാഞ്ചാട്ടം നമുക്ക് വളരെ നന്നായി അറിയാവുന്നതാണ്. ഇപ്പോൾ ഉക്രൈൻ വിഷയത്തിൽ തന്നെ നമ്മളെ ഓയിൽ ഇമ്പോർട്ട് ആദ്യഘട്ടത്തിൽ വരുമ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സംസാരമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഉക്രൈൻ ഭരണാധികാരിയോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നമുക്കറിയാം. അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, പക്ഷേ ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ പ്രോ ഖാലിസ്ഥാൻ ഡെമോൺസ്ട്രേഷൻ സംബന്ധിച്ച്, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ സംബന്ധിച്ച് ഒക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ അവസാന ലാപ്പിൽ ഉള്ള പ്രതികരണങ്ങൾ ഇന്ത്യക്ക് അത്ര സുഗമമായ ഒരു ബന്ധമല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ ബൈഡനെ പോലൊരു വ്യക്തി ആയതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഉതകുന്ന രീതിയിൽ മാത്രമാണ് പറഞ്ഞത് എന്നുള്ളത്
എന്നുള്ള കാര്യം ശരിയാണ്. ട്രംപ് വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ അതിനോട് പ്രതികരിക്കുന്ന രീതികൾ ഇങ്ങനെയാണ്. ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക ഇപ്പോഴും റഷ്യൻ ഓയിലിന് സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് UN സാങ്ഷൻ ഇല്ലെന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ക്രൂഡ് ഓയിലിന് സാങ്ഷൻ ഏർപ്പെടുത്തുമ്പോഴും ആ എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് സാങ്ഷൻ ഇല്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ ഏതാണ്ട് 2% ഇമ്പോർട്ട് ചെയ്തിരുന്ന റഷ്യൻ ഓയിൽ ഏതാണ്ട് 40%-ഓളമായി. നമ്മുടെ റിഫൈനറികൾക്ക്, ജനങ്ങൾക്കല്ല റിഫൈനറികൾക്ക് വലിയ ലാഭമുണ്ടാകുന്ന തരത്തിൽ ഈ വ്യാപാരം ഇവിടെ നടക്കുകയും അങ്ങനെ റഷ്യയുടെ ഏതാണ്ട് ഒരു യുദ്ധത്തിൻ്റെ ബില്ലിനെ ഫൈനാൻസ് ചെയ്യാവുന്ന അത്രയും എക്സ്പോർട്ട് നമ്മൾ ഇങ്ങോട്ട് ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇത് തീരുമാനിക്കേണ്ട അവകാശം നമുക്കാണോ അമേരിക്കയ്ക്കാണോ എന്നുള്ളിടത്ത് അമേരിക്ക കാനഡയോട് പറയുന്ന പോലെ നിങ്ങൾ 51ാമത്തെ സ്റ്റേറ്റ് ആയിരിക്കൂ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയോടും പറയാതെ പറയുന്നത് ഇത് തന്നെയാണ്. തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മുടെ പരമാധികാരത്തിൻ്റെ മുകളിലുള്ള ഒരു കടന്നുകയറ്റമാണ്. ഞാൻ അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ആഗോളവൽക്കരണമെന്നും സ്വതന്ത്ര മാർക്കറ്റ് നിയന്ത്രിക്കുന്ന സമ്പദ്ഘടനയെന്നും ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് എന്നും ഒക്കെ നമ്മളോട് ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യവസ്ഥിതിയുടെ പൊള്ളത്തരവും കൂടിയാണ് ഈ അടിവരയിടുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. പക്ഷേ ട്രംപ് ഇത് പറയുമ്പോൾ ട്രംപിനെ അതിലേക്ക് നയിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റ് ആയിരിക്കുന്ന 1ാം ഘട്ടത്തിൽ നമ്മൾ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഘട്ടത്തിൽ അന്ന് സാങ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം കണ്ണുരുട്ടിയപ്പോൾ നമ്മൾ ആ എണ്ണ ഇറക്കുമതി ഏതാണ്ട് പൂജ്യമായി, ഏതാണ്ട് പൂർണ്ണമായി വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ മോഡി ഭരണകൂടം അങ്ങനെ ബഡ്ജ് ചെയ്യുന്ന ഒന്നാണ് എന്ന് ഒരു മുൻവിധി അദ്ദേഹത്തിനുണ്ടായെങ്കിൽ അത് നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് തെറ്റ് പറയാൻ കഴിയില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വ്യക്തിബന്ധങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഡിപ്ലോമസി എന്നൊന്നും ഇല്ല. ഇത് മോദിയും ട്രംപും സുഹൃത്തുക്കളാണ്, മൈ ഫ്രണ്ടെന്ന് വിളിച്ചു, തോളെ കൈയിട്ടു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ. രാജ്യബന്ധങ്ങൾ അങ്ങനെയല്ല ചലിക്കുന്നതെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായൊരു തെളിവാണ് ഈ നടക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹം നമ്മൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം നേരത്തെ ശിവശങ്കരനും ചൂണ്ടിക്കാണിച്ചു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ. നമ്മൾ സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് BJPയുടെ ഒരു ഭാഗമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് മദൻലാൽ ഖുറാനയൊക്കെ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ കമ്പ്യൂട്ടർ ചിപ്സ് എസ്, പൊട്ടറ്റോ ചിപ്സ് നോ എന്നാണ് അദ്ദേഹം ആദ്യകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനൊരു തോട്ട് പ്രോസസ്സ് BJPയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ വക്താക്കളായിരുന്നില്ല മോഡിയും പിന്നീട് അധികാരത്തിൽ വന്ന പലരും. അപ്പോൾ അവർ ചെയ്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ നമ്മൾ ഡൊമസ്റ്റിക് ഒരു മാർക്കറ്റിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടവും കൂടി വന്നേക്കാം എന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളെപ്പോഴും ഇന്ത്യയെ എങ്ങനെ ബാധിക്കും, ട്രംപ് എന്ത് ചെയ്യും എന്നൊക്കെ നമ്മളെ അതെങ്ങനെ ബാധിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. ഈ ട്രംപിൻ്റെ ഈ പ്രവൃത്തികൾ അമേരിക്കയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും കൂടി സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു തീരുമാനം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അതിനെ കൂടി ആശ്രയിച്ചാണ്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് ഈ ട്രംപിനെ തന്നെ എങ്ങനെ ബാധിക്കും എന്ന് കൂടി നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നു. കാരണം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ട്രംപിന്റെ കുടുംബത്തിന് ഇന്ത്യയിലുള്ളത്. അതായത് ദ ട്രംപ് ഓർഗനൈസേഷൻ, ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ തന്നെ വലിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ഡൊണാൾഡ് ട്രംപിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ ട്രംപ് ടവർ എന്ന നിലയിൽ പലയിടങ്ങളിലും വളരെ ഏതാണ്ട് 170 കോടി രൂപയാണ് ഈ ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലൂടെ ഈ ട്രംപ് ഓർഗനൈസേഷൻ സമീപകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതാണ്ട് നിയർലി 170 crores. അതിനെ ഒന്നും ബാധിക്കുന്ന തരത്തിൽ ഒരു ഇടപെടൽ ഇവിടെ നിന്നും ഉണ്ടാകില്ല എന്നായിരിക്കും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അത് ചിലപ്പോൾ ശരിയുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ താരിഫ് വർധനവ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൊസൈറ്റി ഇതിന് കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന വിലയെന്നാണ്. അത് വിപണിയിൽ നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കീറ്റെക്സിൻ്റെ ഒക്കെ എക്സ്പോർട്ട്സ് വളരെയധികമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അങ്ങനെ അതിനെ ബാധിക്കും തീർച്ചയായിട്ടും. കാര്യം അവരുടെ കോമ്പറ്റീറ്റീവ്നെസ് ആ മാർക്കറ്റിൽ കുറയും. പക്ഷേ അവിടെ അദ്ദേഹം അത് നമ്മളോട് മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പോൾ കോപ്പറിൻ്റെ ഇറക്കുമതി കാനഡ അതിന് ബദൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അവരതിനെ റീറൂട്ട് ചെയ്ത് ഏഷ്യൻ രാജ്യങ്ങൾ വഴി റിഫൈൻ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സപ്ലൈ ചെയിനിൽ നിന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക പുറത്താകുന്ന ഒരു നടപടിയാണ് സത്യത്തിൽ ട്രംപിൻ്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ
BYD വെഹിക്കിളുകളുടെയൊക്കെ കാര്യത്തിൽ ചൈന ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ഇപ്പം ടെസ്ല പോലെയുള്ള ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാര്യത്തിൽ ഈ കോപ്പറിൻ്റെ നയം മൂലം ഒരു കാറിന് 80 കിലോ കോപ്പർ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ 1 കിലോഗ്രാമിന് ഏതാണ്ട് $90 വെച്ച് ഒരു കാറിന് $3000 മുതൽ $4000 അധിക വില വരുന്ന ഒരു നടപടിയും കൂടിയാണ് അദ്ദേഹം ഇതെടുക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ വില കൂടുകയും വേറെ ഉൽപ്പന്നങ്ങൾ പാരലൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. എല്ലാ റോ മെറ്റീരിയലും അദ്ദേഹത്തിൻ്റെതല്ല. അപ്പോൾ കാനഡ പോലൊരു രാജ്യം പോലും അതിനോട് പ്രതിവിധി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ നടപടി, ഇദ്ദേഹത്തിൻ്റെ വിചാരം ഇദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് ലോകം ചരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ചെയ്തു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതിൻ്റെ വിപരീത ഫലം അമേരിക്കൻ വിപണിയിൽ തന്നെ, അവിടുത്തെ കൺസ്ട്രക്ഷൻ, അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പ്രൈസസിൽ, അവിടുത്തെ എല്ലാ വിലകളിലും ഒരു ബൾബിൻ്റെ വിലയിൽ വരെ വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒഹായോയിലും ഇന്ത്യാനയിലും ഒക്കെയുള്ള കോപ്പർ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ അവർ ലോക വിപണിയിൽ സൈൻ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റ് പാലിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നടപടികൾ കൊണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ആർക്കെതിരെയാണോ ചുങ്കം അധികം ചുമത്തുന്നത് അവരെ മാത്രം ബാധിക്കുന്ന ഒന്നല്ലാതായി മാറിയിരിക്കുന്നു. കാരണം ഇന്ന് വ്യവസായങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വരെ ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലല്ല. അതുകൊണ്ട് അമേരിക്കൻ വ്യവസായങ്ങളെപ്പോലും പിന്നിട്ടടിക്കുന്ന ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ പൊളിറ്റിക്കൽ ചോദ്യമാണ് എന്നോട് ഗോപി ചോദിച്ചത്. ആദ്യത്തെ ട്രംപ് സർക്കാരിൻ്റെ സമയത്ത് ഇറാൻ ഇറക്കുമതിയുടെ കാര്യത്തിൽ, എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ എങ്ങനെ പിൻവലിഞ്ഞോ ഏതാണ്ട് സമാനമായി ഈ വിഷയങ്ങളുണ്ടായി സംസാരം ആരംഭിച്ചതിന് ശേഷം US നിന്നുള്ള ക്രൂഡ് ഓയിൽ അധിക വില കൊടുത്ത് നമ്മൾ ഈ കഴിഞ്ഞ ഇതുവരെയുള്ള സാമ്പത്തിക വർഷത്തെ കണക്ക് നോക്കിയാൽ 50%, ഇതേ റേറ്റിൽ പോയാലാണ്ട് 150% വർധനവ് അമേരിക്കൻ ക്രൂഡ് വാങ്ങുന്നതിൽ ഇന്ത്യ ഇതിനു മുമ്പ് തന്നെ വരുത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് പ്രഷറിന് ബഡ്ജ് ചെയ്യുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശം അവിടെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെ സാഹചര്യങ്ങളാലാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയത്തില്ല. നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുന്ന ചർച്ചകളിൽ ഈ ഇന്ത്യൻ ഭരണകൂടം ബഡ്ജ് ചെയ്യും എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ പോലുള്ള സ്ഥലത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ബന്ധമുള്ള വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽസോ അവരുടെയൊക്കെ കച്ചവടങ്ങൾ ഏപ്രിലിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ വരുന്നൊരു മാറ്റം അതുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരുപാട് വാർത്തകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ സമാധാനത്തിൻ്റെ നോബൽ അങ്ങനെ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങളും അതോടൊപ്പം അമേരിക്ക തുടർന്നു വന്നിരുന്ന ഒരു നയസമീപനം വെച്ച് നോക്കിയാൽ അമേരിക്കയുടെ ഒരു രാജ്യ താല്പര്യം അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ചിട്ടുള്ള ലോകക്രമത്തിൽ അവരുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഫലത്തിൽ സംഭവിക്കുന്നത് ഒരു റിലയബിളായിട്ടുള്ള പാർട്ട്ണറല്ല അമേരിക്ക എന്നുള്ളത് നമുക്ക് മാത്രമല്ല ലോകത്തെ ഇതര രാജ്യങ്ങളുടെ മുന്നിലും ഇവരെ വിശ്വസിക്കാവുന്ന, ഇവരെ നമ്പാവുന്ന ഒരു പാർട്ട്ണറല്ല എന്നുള്ളൊരു തോന്നൽ വളരെ ശക്തമായി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ചൈന തന്നെ ആഴത്തിൽ പോകാൻ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏൽപ്പിച്ചിരിക്കുന്ന തീരുവ പ്രഹരത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ കൂടിയാണ് ഇന്ന് ഈ എൻകൗണ്ടറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകൻ, നമ്മളോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ സംഭവത്തിന് ശേഷം എങ്ങനെയാണ് ഇത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെയും ഇന്ത്യയും ബാധിക്കാൻ പോകുന്നത് എന്നതിലാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത്. ഒരു കാര്യം, എന്തും ഏത് സമയവും ഏത് നിമിഷവും മാറ്റിപ്പറയുകയും തീരുമാനങ്ങൾ മാറ്റുകയും ചെയ്യുന്നയാളാണ് ട്രംപ് എന്ന് കരുതി ഈ നടപടിയിൽ നമുക്ക് ആശ്വസിക്കാൻ കഴിയുമോ? അതല്ല, ദീർഘകാലമായി ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയ ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം ഒരൊറ്റ തീരുമാനം കൊണ്ട് മോശമാക്കി എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുമോ? പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു എക്കണോമിക് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താനാകുമോ ഈ സംഭവങ്ങളെ താങ്കൾ പരിശോധിക്കുമ്പോൾ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പ്രധാനമന്ത്രിയുടെ മറുപടി ഓൾറെഡി അമേരിക്കയുടെ നിലപാടിനെതിരായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. ഇത് പേഴ്സണലായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നയവും ഇന്ത്യക്ക് സ്വീകാര്യമല്ല. അതിൽ ഇന്ത്യയെ ആം ട്വിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. പിന്നെ അമേരിക്കയുടെ നയം എന്തു തന്നെ ആയാലും
ഇന്ത്യയുടെ നയം നേരത്തെ ശ്രീ വേണുരാജാമണി ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ ചേരിചേരാ നയമായിരുന്നു. ഇപ്പോഴത് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന നയമാണ്. അപ്പൊ നമുക്ക് നാഷണൽ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇന്ത്യ റഷ്യയുമായിട്ട് എന്ത് ബന്ധം വെക്കണം, റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ പരമാധികാരമാണ്. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റ് കണക്കിലെടുത്ത് നമ്മുടെ എനർജി നീഡ്സ് കണക്കിലെടുത്താണ് ഇന്ത്യ തീരുമാനം എടുത്തതെന്ന് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇന്ത്യയെ ആം ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നയം. അത് റഷ്യയുമായിട്ടുള്ള ബന്ധം നമ്മൾ റഷ്യയിൽ നിന്ന് മാറി അമേരിക്കയുടെ ചേരിയിലേക്ക് വരാനുള്ള ഒരു പ്രഷറൈസിങ് ടാക്ടിക് ആകാം. പക്ഷെ അത് ഉക്രൈൻ്റെ അടുത്ത് ഇന്ത്യ ഒരു ഉക്രൈൻ അല്ല എന്ന കാര്യം ട്രംപ് മറന്നുവെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ നയപരമായിട്ടുള്ള പാളിച്ചകള് അമേരിക്കയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ തീരുമാനങ്ങളും നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കോൺഗ്രസിന്റെ സപ്പോർട്ട് പോലും ഇല്ലാതെ, അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ സപ്പോർട്ട് ഇല്ലാതെ പ്രസിഡന്റ് സ്വമേധയാ എടുക്കുന്ന തീരുമാനങ്ങളാണ്. വളരെ പഴയ ഒരു നിയമത്തിന്റെ പിൻബലത്തില് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ താരിഫ് ഇപ്പോൾ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ചൈനയ്ക്ക് റെസിപ്രോക്കൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്നു. ചൈന സെക്കൻഡറി താരിഫ് ചെയ്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ മുകളിലായിരിക്കും. പക്ഷെ ചൈന തിരിച്ചടിക്കുന്നുണ്ട്. ചൈനയ്ക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. ഇന്ത്യ ചൈനയുടെ നിലയിലേക്ക് ഉയർന്നിട്ടില്ല. ജെഫ്രി സാക്സിനെ പോലുള്ള അമേരിക്കൻ എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യ ഈ ഒരു തെറ്റായ ഒരു ഇതിൽ നിന്ന് പിന്മാറണം. അതായത് അമേരിക്ക ചൈനയ്ക്ക് ബദലായിട്ട് ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി വളർന്നു കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ എന്നാണോ ചൈനയെ പോലെ ഒരു വൻശക്തിയായി മാറുന്നത് അന്ന് അമേരിക്ക ഇപ്പോൾ ചൈനയോട് അനുവർത്തിക്കുന്ന അതേ നയങ്ങൾ ഇന്ത്യ ഒരു ശത്രുരാജ്യമായിട്ട് കണ്ടുകൊണ്ട് ചൈന അമേരിക്കയ്ക്ക് എന്ത് ദോഷമാണ് ഇതുവരെ ചെയ്തത്? ഈ മിലിറ്ററി പവർ അല്ലെങ്കിൽ എക്സ്പാൻഷനിസ്റ്റ് പവർ അമേരിക്കയിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒക്കെ ചൈനയെ ഒരു വില്ലനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ചൈന അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് നോക്കി അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയായി വലിയൊരു വൻ ശക്തിയായിട്ട് വളരുന്നു. ഏഷ്യയില് ഒരു വൻശക്തി വളർന്നു വരുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതേപോലെ റഷ്യയുമായിട്ടുള്ള നയത്തില് ട്രംപ് ക്ലെയിം ചെയ്തിരുന്നത് ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഉക്രൈൻ വാർ പെട്ടെന്ന് തീർക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞിട്ടില്ല. അമേരിക്ക ഓൾറെഡി ഉക്രൈൻ വാറിൽ തോറ്റു എന്നുള്ളതാണ് അവിടുത്തെ അമേരിക്കയിലെ നയതന്ത്രജ്ഞന്മാരുടെ ജോൺ മീഷമറെ പോലുള്ളവർ പറയുന്നത്. അത് അദ്ദേഹം സമ്മതിക്കില്ല. അപ്പോൾ ഉക്രൈനെ ആം ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. റഷ്യ പുട്ടിന്റെ അടുത്ത് ഭീഷണി വില പോകുന്നില്ല. ഇപ്പോൾ ഇനി പുട്ടിനെ കാണാൻ വേണ്ടി ട്രംപ് അങ്ങോട്ട് പോകുന്നു. ട്രംപ് നയങ്ങൾ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് നടക്കുമായിരിക്കും, പക്ഷെ നമുക്കത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓഗസ്റ്റ് 25 അമേരിക്കയിൽ നിന്ന് ഒരു പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് ചർച്ചകൾക്ക് വേണ്ടി വരുന്നുണ്ട്. ആ ചർച്ചകൾ നടത്തി ഈ ട്രേഡ് അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ മാത്രം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങി ആകരുത്. അവിടുത്തെ നയങ്ങള് അവിടുത്തെ ബിസിനസിനെ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റുകളൊക്കെ ബാധിക്കും. ഇന്ത്യക്ക് അകത്ത് ഡിജിറ്റൽ എക്കണോമി അതില് അമേരിക്കൻ ബിസിനസ്സുകൾക്ക് അതിന് ഒരു ടാക്സ് ഏർപ്പെടുത്താനോ പല കാര്യങ്ങളിൽ തിരിച്ചടി കൊടുക്കാനോ ഒക്കെ കഴിയും. പക്ഷെ അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകുന്നത് കുറെ കൂടെ സാവധാനം വേണം, ആലോചിച്ച് വളരെ നയപരമായിട്ടുള്ള എല്ലാ വശങ്ങളും നോക്കിക്കണ്ടു വേണം. ബാക്കി മാർക്കറ്റുകൾ നോക്കാം. ഏഷ്യൻ മാർക്കറ്റുകൾ, ലാറ്റിൻ അമേരിക്ക പോലുള്ള മാർക്കറ്റുകളൊക്കെ ഇന്ത്യക്ക് നോക്കാവുന്നതാണ്. ചൈനയിലെ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ ചൈനീസ് എംബസിയുടെ തന്നെ ഒരു സ്പോക്സ് പേഴ്സൺ ഇന്നത് ഷെയർ ചെയ്തിരുന്നു. അവർ പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലടുപ്പിക്കുക എന്നുള്ള ഒരു വെസ്റ്റിന്റെ ഇൻട്രസ്റ്റ് ആണ്. അതിനാവശ്യമില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നല്ല ഒരു സൗഹൃദ ബന്ധമാണ് ആവശ്യമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാൻ പോകുന്നു 17 വർഷത്തിന് ശേഷം. ചൈനയെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ നെയ്ബറാണ്. 1000 വർഷം കഴിഞ്ഞാലും ചൈനയായിരിക്കും ഇന്ത്യയുടെ നെയ്ബർ. ചൈന ഒരു വൻശക്തിയായിട്ട് വരുന്നു. ചൈനയുമായിട്ടുള്ള ഒരു സുദൃഢമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ ആവശ്യവും കൂടിയാണ്, നെസസിറ്റി കൂടിയാണ്. അതില് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് ഉക്രൈൻ വിഷയത്തില് ഇന്ത്യ എടുത്ത ഒരു തീരുമാനം. അത് ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. റഷ്യ എന്നും നമ്മുടെ എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം അമേരിക്ക എന്താണ് ചെയ്തത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം പറഞ്ഞു ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല എന്ന്. അതിനുശേഷം നൂർഖാൻ എയർബേസിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പതിച്ചു കഴിഞ്ഞതിന് ശേഷം ഫ്രാൻറ്റിക് ആയിട്ട് വൈസ് പ്രസിഡന്റ് വീണ്ടും ഫോൺ ചെയ്യുകയാണ്. 1 മണിക്കൂറിനകത്ത് 3-4 ഫോൺ വന്നു. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ സൈനിക മേധാവികളുമായി ചർച്ചയിലായിരുന്നു. അതിനുശേഷം തിരിച്ചു വിരിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് പാകിസ്ഥാൻ വളരെ വലിയൊരു അറ്റാക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി അങ്ങനെ വന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. അമേരിക്ക പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ത്യ നാഷണൽ സെക്യൂരിറ്റി, അത് ജപ്പാൻ പോലെ അമേരിക്കയുടെ ഒരു അലയല്ല ഇന്ത്യ അമേരിക്ക പറയുന്നത് കേട്ട് പെട്ടെന്ന് നിർത്താനോ അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് വിധേയമായി കീഴടങ്ങി പ്രവർത്തിക്കുന്ന ഒരു
ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഉണ്ടായിരുന്നില്ല, മോദിയുടെ കാലത്തും ഇല്ല. അപ്പോൾ അതിനുശേഷം ട്രംപ് പല പ്രാവശ്യം ക്ലെയിം ചെയ്യാണ് ഞാനാണ് ഇടപെട്ട് ഈ യുദ്ധം നിർത്തതെന്ന് പറയുമ്പോൾ അത് മോദി ട്രംപിന്റെ പേരെടുത്ത് പറയാതെ തന്നെ ഇന്ത്യയാണ് തീരുമാനിച്ചത്. പാകിസ്ഥാനിൽ നിന്നുള്ള വിളി ഉണ്ടായിരുന്നു, ഞങ്ങളത് നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇനിയും വീണ്ടും ഇതുപോലെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് ന്യൂ നോർമൽ, ഇന്ത്യ ഇതേപോലെ തന്നെ തിരിച്ചടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. അതായത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള എന്ത് നടപടിക്കും ഇതായിരിക്കും ഇനിയുള്ള നോർമൽ എന്ന ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞു. അത് ശശി തരൂരൊക്കെ വെളിയിൽ പോയപ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് അത് സമർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തിരിച്ചൊരു റെസിപ്രോക്കൽ താരിഫ് ഇന്ത്യ ഇതുപോലെ തന്നെ തിരിച്ചടിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ കൻവൽ സിബലിനെ പോലുള്ളവർ പറയുന്നത് കുറെ കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ആൻഡ് സീ, കുറെ കൂടെ വെയിറ്റ് ചെയ്യുക. ഇതിനുശേഷം ഇന്ത്യക്ക് ഒരു രക്ഷയില്ലാതെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ തിരിച്ച് നമുക്ക് പുതിയ നടപടികളിലേക്ക് പോകേണ്ടി വരും. അവിടെ ഒരു നഷ്ടം വരും. 0.5% വരെ GDP-യിൽ ഒരുപക്ഷെ നഷ്ടം ഉണ്ടായേക്കാം. അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് കുറയുമ്പോൾ അവിടെ നഷ്ടം ഉണ്ടായിരിക്കാമെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലെ തന്നെ എക്കണോമിസ്റ്റുകൾ, ജോർജ് ഏക്കർലോഫ്, അദ്ദേഹം 2001 നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അദ്ദേഹം പറയുന്നത് ഈ പ്രസിഡന്റ് ട്രംപ് പെരുമാറുന്ന ഒരു 5 വയസ്സുള്ള കുട്ടി പെരുമാറുന്ന പോലെയാണ്. ഒരു ചെസ് ബോർഡിൽ തോക്കാറാകുമ്പോൾ ബോർഡ് മറിച്ചിടുന്നത് പോലെ പ്രസിഡന്റ് വളരെ തീരുമാനങ്ങൾ എടുക്കുന്ന അദ്ദേഹത്തിന്റെ തീരെ അപക്വമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ലോകം മുഴുവൻ അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് തന്നെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മൾട്ടിപോളാർ വേൾഡ് ആണ് ഇനി വരാൻ പോകുന്നത്. അമേരിക്കയുടെ ഏകാധിപത്യം, ലോകം മുഴുവൻ അമേരിക്കയ്ക്ക് ഒരു യൂണിപോളാർ വേൾഡ് എന്നുള്ള ആ ഒരു കാര്യം മറന്നേക്കുക. അമേരിക്കൻ എക്കണോമി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഈ നടപടികൾ അവരെ തന്നെ ലോങ് ടേമിൽ എങ്ങനെ അഫക്ട് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. റിച്ചാർഡ് വോൾഫ് എന്ന് പറയുന്ന അമേരിക്കയിലെ എക്കണോമിസ്റ്റ് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അമേരിക്ക ഒരു വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയെ ഒരു കൂടെ നിർത്തേണ്ട, ഇന്ത്യയെ ഒരു ശത്രു രാജ്യത്തെ പോലെ പെരുമാറുന്നത് തെറ്റിപ്പോയെന്ന് നിക്കി ഹേലിയെ പോലുള്ളവര് പറയുന്നുണ്ട്. അതായത് റിപ്പബ്ലിക്കൻ നേരത്തെ സ്പീക്കറൊക്കെ ആയിരുന്ന, അല്ലെങ്കിൽ അവര് അമേരിക്കയുടെ പ്രതിനിധിയായിരുന്നു UN-ൽ. നിക്കി ഹേലിയെ പോലുള്ളവര് പറയുന്നത് ഇന്ത്യയെ കൂടെ നിർത്തേണ്ട ഒരു സമയത്ത് ഈ ട്രംപ് ചെയ്യുന്ന ഓരോ നടപടികളും അമേരിക്കയ്ക്ക് തന്നെ ദോഷമായിട്ട് വരും എന്ന് പറയുന്നു. ഇതിന്റെ ലോങ് ടേം ഇമ്പാക്ട് എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ നമ്മുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻ പ്രധാനമന്ത്രിമാർ ചെയ്തു വന്ന കാര്യം തന്നെ മോദി ഗവൺമെന്റ്, ഈ ഇൻക്ലൂഡിങ് ഗാസയുടെ കാര്യത്തിലാണെങ്കിലും 10 പ്രാവശ്യം ഇസ്രായേലിനെതിരെ ഗാസയിൽ നമ്മൾ വോട്ട് ചെയ്തു, 3 പ്രാവശ്യമാണ് അബ്സ്റ്റെയിൻ ചെയ്തത്. ഇപ്പൊ ലോകത്ത് അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് പാലസ്തീൻ ഗാസ ഇഷ്യൂവിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തില് ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് ബ്രിക്സ് ഒരു വലിയ ചാലഞ്ച് ആയിട്ട് ഒരുപക്ഷെ ഡോളറിന് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ ഏഷ്യൻ എക്കണോമി വളരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ട്രംപ് ഒരു ബിസിനസ്സുകാരനെ പോലെ അദ്ദേഹം ഒരു നയതന്ത്രജ്ഞനല്ല, അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരു നേതാവല്ല. അദ്ദേഹം പെരുമാറുന്നത് വെറുതെ ലോകം മുഴുവൻ ഒരു റിയൽ എസ്റ്റേറ്റ് ആണ്. അവിടെ പർച്ചേസ് ചെയ്ത്, ഇവിടെ ഗാസയിൽ പർച്ചേസ് ചെയ്യുന്ന, അവിടെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തും, ആ ലാൻഡ് കയ്യേറുന്നൊക്കെ പരസ്യമായിട്ട് പ്രസ്താവിക്കുന്ന ആളാണ്. അപ്പൊ അമേരിക്കയിൽ അകത്ത് തന്നെ ജനരോഷമുണ്ട്. പക്ഷെ നമുക്കിത് ഡീൽ ചെയ്തേണ്ടിയിരിക്കുന്നു. ദൗർഭാഗ്യവശാല് ട്രംപാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ്. ഈ ഒരു സിറ്റുവേഷൻ കണ്ടുകൊണ്ട് ഇന്ത്യ നയപരമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ എടുത്തിരിക്കുന്ന ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ, അതിനൊക്കെ പ്രതിപക്ഷവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കളും രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി, നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പാർലമെന്റിൽ ഡിസ്കസ് ചെയ്ത് സുതാര്യമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മോദിയും ട്രംപും തമ്മിലുള്ള ഒരു ഇഷ്യൂ അല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് വഴങ്ങാതിരിക്കുന്നത് വളരെ നല്ല തീരുമാനമാണ്. തീർച്ചയായിട്ടും നെഗോഷിയേഷൻസ് വേണം. കാരണം അമേരിക്ക ബിസിനസ് ഇൻട്രസ്റ്റുകൾ ഒക്കെ നമുക്ക് താല്പര്യമുള്ളതാണ്. ഇപ്പോൾ തന്നെ നാസയുമായിട്ട് ISRO ഒരുമിച്ച് ഒരു വിക്ഷേപണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തുടരുന്നുണ്ട്. അപ്പോൾ ട്രംപ് എന്നുള്ള ഒരൊറ്റ വ്യക്തി വന്നിട്ട് ഇന്ത്യ US ബന്ധം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതേസമയം ഇന്ത്യ ട്രംപിന്റെ അനാവശ്യമായിട്ടുള്ള ഭീഷണികൾക്ക് വഴങ്ങേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഗവൺമെന്റ് ഇതുവരെ അത് ചെയ്തിട്ടില്ല. അല്ല, ഈ ഏത് തവണയും എങ്ങനെയും തീരുമാനമെടുക്കുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുമ്പോൾ ചൈനയോട് ഇല്ലാത്തൊരു ശത്രുതാ മനോഭാവമാണ് ട്രംപ് ഇന്ത്യയോട് കാണിച്ചിരിക്കുന്നത്. അതെ, ചൈനയും ഇന്ത്യയും തമ്മിൽ പിണങ്ങേണ്ട കാര്യമില്ല. ചൈനയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു സുദൃഢമായിട്ടുള്ള ബന്ധം അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഉള്ളതല്ല. ഈവൻ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പെട്ടെന്നൊരു തിരിച്ചടി വന്നു എന്നുള്ളതിലുപരി ഈ ഏഷ്യ സമാധാനപരമായിട്ട് എക്കണോമിക് ഒരു പവർ ഹൗസ് ആയിട്ട് മാറുകയാണെങ്കിൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് അല്ലത്. അപ്പൊ ട്രംപ് ഇത് വെളിച്ചത്ത് ഒരു അവിടുത്തെ അമേരിക്കക്കാരുടെ ഒരു പൊതുമനോഭാവമാണോ എന്നറിയില്ല. പക്ഷേ ട്രംപ് അത് വെളിച്ചത്തിൽ
പരസ്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ ശരി, സ്വാർത്ഥ ശരി. ഗാട്ടിലെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഞാൻ ഇടപെടുകയാണ്. ഒരു പെട്ടെന്ന് എനിക്കൊരു ഇടവേള എടുക്കണം. വേണുരാജാമണി സാർ, ഏതാനും ചില മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുമായുള്ള കൂടിക്കാഴ്ചകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ ശശി തരൂർ പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറഞ്ഞത് ഹി ഡോണ്ട് ബിലോങ് ടു ദാറ്റ് ക്ലാസ് എന്നാണ്. ഇവിടെ ശ്രീ PR ശിവശങ്കർ പറഞ്ഞു ട്രംപ് അങ്ങനെ പറയുകയും മാറ്റി പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഈ 50% തീരുവ പ്രഖ്യാപനം എന്നത് ദീർഘനാൾ നീണ്ടു നിൽക്കുമെന്ന് കരുതേണ്ടതില്ല എന്ന്. പക്ഷെ അവിടെ എനിക്ക് വളരെ പ്രസക്തമായി തോന്നിയ ഒരു കാര്യം, ജോസഫ് സി മാത്യു സാർ പറഞ്ഞതുപോലെ വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ഈ തീരുവ ആത്യന്തികമായി ഇന്ത്യയെ ഉണ്ടാക്കാൻ പോകുന്ന ഫലം? എങ്ങനെയായിരിക്കും ഇത് മറികടക്കാൻ ഇന്ത്യക്ക് കഴിയുക? ആദ്യത്തെ ചോദ്യത്തിന് പലരും, ഞാൻ ഉൾപ്പെടെ പലരും ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, അമേരിക്കയുടെ ക്രെഡിബിലിറ്റി, അമേരിക്കയിലുള്ള വിശ്വാസ്യത വളരെയധികം താഴോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ഗോപീഷൻ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും ഇത് ഇന്ത്യക്ക് ഒരു രാഷ്ട്രീയ പ്രഹരമാണ്. പ്രധാനമന്ത്രി മോദിക്ക് തന്നെ ഒരു രാഷ്ട്രീയ പ്രഹരമാണ്. അമേരിക്കയുമായുള്ള ബന്ധങ്ങളും ട്രംപുമായിട്ടുള്ള സൗഹാർദ്ദവും ആ ഒരു വ്യക്തിബന്ധവും എല്ലാം ഇന്ത്യയുടെ വലിയൊരു നേട്ടം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയുടെ നേട്ടം എന്നൊക്കെ ഉയർത്തിപ്പിടിച്ച് നടന്ന പലർക്കും ഏറ്റ വലിയൊരു പ്രഹരമാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല. അത് കാനഡയാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും അവിടുത്തെ നേതാക്കന്മാരാണെങ്കിലും യുക്രൈൻ ആണെങ്കിലും എല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ട്രംപിന് ഒരേ ഒരു അജണ്ടയേ ഉള്ളൂ, പുള്ളിയുടെ വീക്ഷണത്തിലുള്ള ആ ഒരു മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്ന ലക്ഷ്യത്തിൽ എത്തിക്കുക, അതിന് വേണ്ട നടപടികൾ എടുക്കുക. അതിൽ ഒരു രാജ്യത്തെയോ ആ രാജ്യത്തിന്റെ തലവന്മാരെയോ എതിരാളികളാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറാകും. അതിന് യാതൊരു മടിയും അദ്ദേഹത്തിനുണ്ടാകില്ല. പക്ഷെ അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള ബന്ധങ്ങളാണ്. അത് പല കാരണത്താൽ. വാണിജ്യം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ അമേരിക്കയിൽ നിന്നും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഡിഫൻസ് രംഗത്ത് നമ്മുടെ സൗഹാർദ്ദം ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. അമേരിക്കയിലെ വലിയ ഇന്ത്യൻ സമൂഹം ഇന്ത്യക്ക് അമേരിക്കയിലുള്ള ഏറ്റവും വലിയൊരു ശക്തിയാണ്. ഇന്നും അമേരിക്കയിൽ നിന്നും ഒരുപാട് നിക്ഷേപങ്ങൾ ട്രംപിന്റെ കുടുംബം ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഇന്ത്യയിൽ വന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നേട്ടങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ട്രംപ് ഒരാളുടെ പ്രവൃത്തികൾ കൊണ്ടോ ഈ ഒരു തീരുമാനം കൊണ്ടോ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നയതന്ത്രപരമായി അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയും അതിനോടൊപ്പം നമ്മുടെ റെഡ് ലൈൻസ് വ്യക്തമാക്കുക. ഇന്ന് പ്രധാനമന്ത്രി മോദി ചെയ്തിരിക്കുന്ന അതാണ്. നമ്മൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും, ഈ കർഷകരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നത് വളരെ വ്യക്തമായി അമേരിക്കയെ അറിയിക്കുക. അതേസമയം ഒരു റിറ്റാലിയേഷന് പോകാതെ ചർച്ചകളിലൂടെ എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും എന്ന് ശ്രമിക്കുക. ശരി, ഈ ഇരട്ട തീരുവയിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ പ്രഹരിക്കുക എന്നതാണെങ്കിൽ അതൊരു ഇക്കണോമിക് ബ്ലാക്ക് മെയിലിംഗ് ആയി നമ്മൾ കാണേണ്ടി വരും. അങ്ങനെയെങ്കിൽ രാഷ്ട്ര താല്പര്യം ബലികഴിക്കാതെ നയതന്ത്ര ബന്ധങ്ങൾ ഊഷ്മളമാക്കി നിർത്തിക്കൊണ്ട് ഇതിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ ഇടപെടുകയാണ് വേണ്ടത്. അപ്പോഴാണ് രാജ്യത്തിനകത്തുനിന്നുള്ള ഒരു രാഷ്ട്രീയ പിന്തുണ മോദി സർക്കാരിന് നേടിയെടുക്കാൻ കഴിയും. അതാണ് ഈ ചർച്ച നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.